ഹായ്, സിജിയാണ് കേട്ടോ. കൊൽസിൻ കിച്ചൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എത്ര കണ്ടാലും മതിവരാത്ത ഒന്നാണ് കടൽ. ഈ ആർത്തിരമ്പുന്ന കടലിലും കേട്ടാൽ മടുക്കാത്ത കളകള ശബ്ദത്തിൽ ഒഴുകുന്ന അരുവികളിലും നിശബ്ദമായി ഒഴുകുന്ന പുഴകളിലും എന്തിനും നമ്മുടെ കിണറിൽ വരെ കാണപ്പെടുന്നത് വെള്ളമാണ്. എന്നാൽ ഈ ജലസ്രോതസ്സുകളുടെ വെള്ളത്തിൻ്റെ ഭാവവും ഗുണവും പലതാണ്. പ്രകൃതി തന്നെ ഇവയിൽ പലതരത്തിലുള്ള ജീവജാലങ്ങൾക്ക് ആവാസ വ്യവസ്ഥയൊരുക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ നമുക്കും എന്തുകൊണ്ട് ഈ വെള്ളത്തിൽ മനോഹരമായി കുറച്ച് ചെടികളൊക്കെ വളർത്തിക്കൂടാ? അതിനായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന കുറച്ച് വാട്ടർ പ്ലാന്റ്സുകൾ. പോയാലോ നമുക്ക് വീഡിയോയിലേക്ക്. യാതൊരു കെയറിങ്ങും കൂടാതെ ഇൻഡോറാക്കി വെള്ളത്തിലിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇത്. ഫിലോഡെൻഡ്രോൻ്റെ ഫാമിലിയിൽപ്പെട്ട ഫിലോഡെൻഡ്രോൺ ബേർലി മാക്സ് ആണ് ഈ പ്ലാന്റ്. വെള്ളത്തിലിട്ട് വയ്ക്കുന്ന പ്ലാന്റുകളാകുമ്പോൾ നമുക്ക് വളർത്താൻ വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് ഒരു കെയറും ഒന്നും തന്നെ ആവശ്യമില്ലാതെ നമുക്ക് വീടിൻ്റെ അകത്തൊക്കെ വെച്ച് നല്ല ഭംഗി ഗ്രീനറി നിറച്ച് വളർത്താൻ പറ്റും. ഇതിപ്പോൾ ഇതിൻ്റെ നല്ല ഒരു തിക്കായിട്ട് നിൽക്കുന്ന 2-3 കട്ടിങ്സ് നമുക്ക് മുറിച്ചെടുക്കാം. എത്ര കട്ടിങ്സ് വേണമെങ്കിലും അവരവരുടെ ഇഷ്ടത്തിന് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 3 കട്ടിങ്സാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ പുറത്ത് ഔട്ട്ഡോറായിട്ട് നിൽക്കുന്ന പ്ലാന്റുകൾ മുറിച്ചെടുത്ത് ഇൻഡോറാക്കി വെക്കുമ്പോൾ നന്നായിട്ട് വാഷ് ചെയ്യണം. അതിലൊരു തരി മണ്ണും കൂടി കാണാൻ പാടില്ല. അങ്ങനെ നമ്മൾ നന്നായിട്ട് അതിൻ്റെ റൂട്ടും ലീഫും ഒക്കെ വാഷ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു പോട്ടിലൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പഴയ ഒരു നമ്മുടെ ടീയൊക്കെ ഒഴിക്കുന്ന ഒരു പോട്ടിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം നമ്മളിതിനെ അത് വെള്ളത്തിലിട്ട് വെക്കുക. അത്ര മാത്രമേ ഉള്ളൂ. നല്ല ഭംഗിയിൽ ഇതവിടെ ഇരുന്നോളൂ. ഇങ്ങനെ ഇൻഡോറാക്കി സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെള്ളം എടുക്കുമ്പോൾ അത് നമ്മൾ കിണറ്റിലെ വെള്ളം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ലൈൻ പൈപ്പിൽ ഒക്കെ വെള്ളം എടുക്കുകയാണെങ്കിൽ അതിൽ ക്ലോറിൻ്റെ അളവ് ഒത്തിരി കൂടുതലായിരിക്കും. അത് ചെടിക്കത്ര നല്ലതല്ല. 10 ദിവസമൊക്കെ കൂടുമ്പോൾ നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഹേർഡ് ഷേപ്പിലുള്ള നല്ല ഗ്രീനറി നിറച്ച് ഒത്തിരി നാൾ നിൽക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ ബേർലി മാക്സ്. അപ്പോൾ ഇതിൻ്റെ ലീഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നല്ല ഗ്ലോസി ഫിനിഷോട് കൂടിയവയാണ്. ഇനി ഇതിലും കൂടുതൽ നല്ല ഗ്ലോസിനെസ് കിട്ടണമെങ്കിൽ നമുക്ക് നീം ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ഈ ചെടി ഇൻഡോറായിട്ട് ഇരുന്നോളും. അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. ഇത് നമ്മുടെ പുഴുവൊക്കെ തിന്ന മാതിരി ഇലകളിൽ വട്ടമുള്ള അതിസുന്ദരിയായ മോൺസ്റ്റേറ ഒബ്ലിക്ക എന്നുള്ള ഒരു ഫിലോഡെൻഡ്രോൺ ഫാമിലിയിൽപ്പെട്ട പ്ലാന്റാണ്. ഫിലോഡെൻഡ്രോൻ്റെ ഒട്ടുമിക്ക വെറൈറ്റീസിനെയും നമുക്ക് വെള്ളത്തിൽ വളർത്താൻ പറ്റും. വെള്ളത്തിൽ നല്ല ഭംഗിയായിട്ട് വളരുന്ന ചെടികളാണ് ഫിലോഡെൻഡ്രോൺസ്. അപ്പോൾ അതിൻ്റെ ആ ഒരു റൂട്ടോട് കൂടിയ സ്റ്റെമ്മ് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം വെറുതെ വെള്ളത്തിലിട്ട് വെച്ച് കൊടുത്താൽ മതി. കുറച്ച് ഭംഗിയൊക്കെ കൂട്ടാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് കുറച്ച് പെബിൾസൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇൻഡോറായിട്ട് ഏതൊരു പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പോഴും അത് നല്ലൊരു ബ്രൈറ്റ് ലൈറ്റ് ഉള്ളിടത്ത് വേണം നമ്മൾ വെക്കാൻ. ഒട്ടും ലൈറ്റില്ലാത്തിടത്ത് ഈ പ്ലാന്റുകൾ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇലയൊക്കെ മഞ്ഞിച്ച് ഇത് നശിച്ചു പോകും. ഇനി നല്ലൊരു ബ്രൈറ്റ് ലൈറ്റ് ഉള്ളിടത്തൊക്കെയാണ് നമ്മൾ ഈ പ്ലാന്റ് വെക്കുന്നതെങ്കിൽ നല്ല ഭംഗിയിൽ ഈ ചെടി വളർന്നു വരും. ഫസ്റ്റ് ടൈം ഞാൻ ഈ ചെടിയെ കണ്ടപ്പോൾ ഞാൻ കരുതി ഇതിൻ്റെ ഇല എന്താ ഈ പുഴുക്കളൊക്കെ ഇങ്ങനെ ഷേപ്പിൽ തിന്ന് തീർക്കുന്നതെന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ ലീഫുകളുടെ സ്ട്രക്ചറാണ് ഇങ്ങനെ റൗണ്ട് ഉള്ളതെന്ന്. ഇപ്പോൾ മോൺസ്റ്റേറ ഒത്തിരി കാറ്റഗറിയിൽ ഇന്ന് അവൈലബിൾ ആണ്. ഇതുപോലെ ഓട്ടകളുള്ള, അതായത് ഇങ്ങനെ ഒത്തിരി ഷേപ്പുകളിൽ ഹോൾസുകളുള്ള മോൺസ്റ്റേറ വെറുഗേറ്റഡും അല്ലാത്തതും ഒക്കെ ഇന്ന് മാർക്കറ്റിൽ ഉണ്ട്. അപ്പോൾ ഈ ചെടിയെ നമുക്ക് മനോഹരമാക്കി ഇൻഡോറാക്കി വളർത്തിയെടുക്കാം. നല്ല ഒരു ബ്രൈറ്റ് ലൈറ്റ് ഉള്ളിടത്ത് വയ്ക്കുകയാണെങ്കിൽ ഇത് നല്ല ഭംഗിയിൽ വളർന്നു വരും. ഒരു കെയറിങ്ങും കൂടാതെ വെറുതെ വെള്ളത്തിലിട്ട് നമ്മുടെ വീടിൻ്റെ ഉൾവശമൊക്കെ നല്ല ഭംഗിയിൽ ഗ്രീനറി നിറയ്ക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഈ ചെടികളൊക്കെ വീടിൻ്റെ അകത്ത് വാട്ടറിൽ സെറ്റ് ചെയ്ത് വളർത്തിക്കൂടാ? അടുത്ത ചെടി ഏതാണെന്ന് നോക്കാം. വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അഗ്ലോണിമയാണ്. എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന അഗ്ലോണിമ. അതിൻ്റെ തൈയെയും നമുക്ക് നല്ല ഭംഗിയിൽ വാട്ടറിൽ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റും. ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു നമുക്ക് വാട്ടറിൻ്റെ മീഡിയംസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന 5 സാധനങ്ങളെക്കുറിച്ച്. ആ വീഡിയോയിൽ കാണിച്ച് അന്ന് വെച്ച പ്ലാന്റാണ് ഇത്. ഇന്നിപ്പോൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നല്ല റൂട്ടൊക്കെ നല്ല ഭംഗിയിൽ വളർന്നു വന്നിട്ടുണ്ട്. നല്ല ആരോഗ്യത്തോടു കൂടിയാണ് ഈ പ്ലാന്റ് ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു ലൈറ്റ് കിട്ടുന്നിടത്താണ് ഈ പ്ലാന്റ് പ്ലേസ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് യാതൊരു പ്രോബ്ലംസും ഇല്ലാതെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് വാട്ടറിൽ വളർത്താൻ കഴിയുമെന്ന് മനസ്സിലായില്ലേ? ഈ ഒരു അഗ്ലോണിമ മാത്രമല്ല, വേറെ ഏത് തരം അഗ്ലോണിമയും നമുക്ക് വാട്ടറിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് അഗ്ലോണിമ തൈ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒരെണ്ണം അധികം വിലയൊന്നുമില്ലാത്ത ഒരു അഗ്ലോണിമ എടുത്ത് നമുക്ക് ഇൻഡോറാക്കി ഒന്ന് സെറ്റ് ചെയ്ത് പരീക്ഷിച്ച് നോക്കിയാലോ? പരീക്ഷിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കിയാലോ? അടുത്തത് അതിമനോഹരമായ സിങ്കോണിയമാണ്. ആരോ ഹെഡ് പ്ലാന്റ് എന്നും ഒക്കെ വിളിപ്പേരുള്ള ഈ പ്ലാന്റ് ഇതൊരു പിങ്ക് സിങ്കോണിയമാണ്. പിങ്ക് സിങ്കോണിയം തന്നെ വേണമെന്നൊന്നുമില്ല. ഏത് സിങ്കോണിയത്തിനെയും നമുക്ക് വാട്ടറിൽ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റും.
ഒത്തിരി ടൈപ്പിലുള്ള സിങ്കോണിയംസ് ഉണ്ട്. ഇതിപ്പോൾ ഒരു നാടൻ സിങ്കോണിയമാണ്. അതായത് നമ്മുടെ പറമ്പിലും റോഡ് സൈഡിലും ഒക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഇഷ്ടം പോലെ പിടിച്ച് കിടക്കുന്നത് കാണാം. ഈ സിങ്കോണിയത്തെയും നമുക്ക് നല്ല മനോഹരമാക്കി ഇൻഡോറാക്കി സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പലതരത്തിൽ വാട്ടർ പ്ലാന്റ്സ് വളർത്താൻ പറ്റിയ മീഡിയാസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിലൊരു മീഡിയം, അതായത് നമ്മുടെ ഇഷ്ടിക കഷണമാക്കി മുറിച്ച് അതിലിട്ട് വളർത്തുന്നതാണ്. ഇപ്പോഴിത് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല നല്ല ഒരു റൂട്ടിംഗ് സിസ്റ്റത്തോടു കൂടി അത് വളർന്നു വന്നിട്ടുണ്ട്. കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല റൂട്ടിംഗ് സിസ്റ്റമൊക്കെ നന്നായിട്ട് സ്പ്രെഡായി വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ലൈറ്റുള്ളിടത്ത് വെച്ചാൽ മാത്രമേ ഇങ്ങനെ റൂട്ട്സൊക്കെ സ്പ്രെഡായി വരികയുള്ളൂ. ഇനി ഈ സിങ്കോണിയമല്ല ഏത് സിങ്കോണിയത്തിനെയും നമുക്ക് വളർത്താമെന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ യാതൊരു മീഡിയം ഇല്ലാതെ വെറുതെ വെള്ളത്തിലിട്ട് വെച്ചാലും ഈ പ്ലാന്റ് വളർന്നോളും. കാരണം സിങ്കോണിയം പ്ലാന്റുകൾ അത്ര സിമ്പിളായി വളരുന്നതാണ്. പിന്നെ നമ്മൾ ഒന്നല്ല ഒത്തിരി കട്ടിങ്സുകൾ ഒരുമിച്ചിട്ട് വളർത്തുകയാണെങ്കിൽ നല്ല തിക്കായിട്ട് ഭംഗിയിൽ ഇത് വളർന്നു വരും. ഞാനിവിടെ ഒരു കട്ടിങ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. ഒത്തിരി കട്ടിങ്സുകൾ വെച്ചാൽ ആ ഒരു പോട്ട് നല്ല ബുഷിയായിട്ട് കാണപ്പെടും. ഒത്തിരി പറമ്പും മുറ്റവും ഒന്നുമില്ലാതെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ വെള്ളത്തിലിട്ട് വളർത്താൻ പറ്റുന്ന ചെടികൾ നല്ലൊരു ആശ്വാസം നൽകുന്നു. നമ്മുടെ ബിസി ലൈഫിൽ ഇങ്ങനെയുള്ള ഗ്രീനറികൾ കാണുന്നത് തന്നെ മനസ്സിനൊരു ആശ്വാസം നൽകും. അപ്പോൾ എല്ലാവരും വാട്ടറിലിട്ടെങ്കിലും ഈ പ്ലാന്റ് വളർത്താൻ നോക്കണം. അടുത്ത വെള്ളത്തിലിട്ട് മനോഹരമായി വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് പോത്തോസ് അഥവാ മണി പ്ലാന്റ്. ഈ പ്ലാന്റ് ഒരു കട്ടിങ്സ് എങ്കിലും വെള്ളത്തിലിട്ട് വളർത്താത്തവർ ആരും തന്നെ ഉണ്ടാകില്ല. എല്ലാവരുടെ വീട്ടിലും കാണും വെള്ളത്തിലിട്ട് ഇതിൻ്റെയൊക്കെ ഒരു കട്ടിങ്സ്. ഏത് തരത്തിലുള്ള പോത്തോസിനെയും നമുക്ക് വെള്ളത്തിൽ കട്ട് ചെയ്തിട്ട് വളർത്താവുന്നതാണ്. നല്ല ഭംഗിയിൽ വളരുന്നതോടൊപ്പം നമ്മുടെ എയറിനെ പ്യൂരിഫൈ ചെയ്യാനും ഇവയ്ക്ക് കഴിയും. ഇത് നിയോൺ പോത്തോസാണ്. ഇതൊരു പഴയ ഉപഭരണിയാണ് കേട്ടോ. അതിൽ പെയിൻ്റൊക്കെ അടിച്ച് വട്ടത്തിൽ റോസ് കളറിൽ പേപ്പറൊക്കെ വെട്ടി അതിൻ്റെ അകത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ അടിഭാഗം, പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗം കട്ട് ചെയ്ത് വെച്ച് അതിൽ വെള്ളം നിറച്ചിട്ടാണ് ഈ കട്ടിങ്സുകൾ അതിലിട്ടേക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് റൂട്ട് ഒക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റ് ഇരിപ്പുണ്ട്. ഇങ്ങനെ വെള്ളത്തിലിട്ട് പ്ലാന്റ്സ് വളർത്തുമ്പോൾ നമ്മൾ ആ വെള്ളം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മാറ്റി കൊടുക്കണം. മാത്രമല്ല ഈ ഇലകളിൽ പറ്റിയിരിക്കുന്ന അഴുക്കും പൊടിയും ഒക്കെ ഒന്നെടുത്ത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തും കൂടിയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്രഷ്നെസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും പോത്തോസുകൾ നമ്മുടെ ഇൻഡോർ വാട്ടർ പ്ലാന്റിൽ ഉൾപ്പെടുത്താൻ മറക്കണ്ട കേട്ടോ. അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നമുക്ക് നോക്കിയാലോ. എല്ലാ മണി പ്ലാന്റിനെയും നമുക്ക് ഇൻഡോറാക്കി സെറ്റ് ചെയ്താൽ അത്രയും നല്ലതാണ്. നമ്മുടെ എയർ അത്രത്തോളം പ്യൂരിഫൈ ചെയ്ത് കിട്ടും. അടുത്തതായിട്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നതും ഒരു പോത്തോസാണ്. എൻജോയ് പോത്തോസ്. നല്ലൊരു ക്രീമും ഡാർക്ക് ഗ്രീൻ ടെക്സ്ചറോടും കൂടിയ ലീഫുകളോട് കൂടിയ ഇതിൻ്റെ റൂട്ടോട് കൂടിയ കട്ടിങ്സുകൾ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ച് നമുക്ക് വളർത്താവുന്നതാണ്. നല്ല ഭംഗിയിൽ ഇത് വളർന്നോളും. ഇതൊരു പഴയ ഉപ്പുഭരണിയാണ് കേട്ടോ. ചെറിയ ഒരു ഉപ്പുഭരണിയാണ്. ഇതിൽ ഞാൻ ഒത്തിരി കട്ടിങ്സുകൾ എടുത്തിട്ട് ഏകദേശം ഒരു മാസത്തോളമൊക്കെ ആയി. ഇപ്പോൾ നല്ല ഒരു റൂട്ടിംഗ് സിസ്റ്റം വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് റൂട്ടൊക്കെ ഓടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം വെള്ളമൊക്കെ കളഞ്ഞ് പുതിയ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഇതിനെ മൊത്തത്തിലെടുത്തൊന്ന് വാഷ് ചെയ്തൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ഈ ചെടി ഇരുന്നോളും. അപ്പോൾ നമ്മുടെ ഇൻഡോർ വാട്ടർ പ്ലാന്റ്സിൻ്റെ കളക്ഷനിൽ ഈ പ്ലാന്റ് ഉൾപ്പെടുത്താൻ ആരും തന്നെ മറക്കണ്ട കേട്ടോ. നമുക്ക് ഫ്രഷ് എയർ വേണ്ടി, അതിനായിട്ട് ഈ പ്ലാന്റ് എന്തായാലും ഉൾപ്പെടുത്തണം. അടുത്ത ചെടി ഏതാണെന്ന് നോക്കിയാലോ. അടുത്ത നമുക്ക് വെള്ളത്തിലിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഡ്രസീനിയ. ഡ്രസീനിയ ഫാമിലിയിൽപ്പെട്ട ഏത് പ്ലാന്റിനെയും നമുക്ക് വെള്ളത്തിലിട്ട് വളർത്താൻ സാധിക്കും. ഇലകളുടെ ഭംഗിയാണ് ഡ്രസീനിയ പ്ലാന്റിനെ സുന്ദരിയാക്കുന്നത്. ഒത്തിരി വെറൈറ്റികളിലുള്ള ഡ്രസീനിയ ഇന്നുണ്ട്. ഇത് വേറൊരു വെറൈറ്റിയാണ്. അപ്പോൾ നമുക്ക് ഈ ആദ്യം കാണിച്ച വെറൈറ്റിയിൽ നിന്നൊരു കട്ടിങ്സ് എടുക്കാം. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള, അതായത് അതിൻ്റെ സ്റ്റെമ്മൊക്കെ നല്ല ഹാർഡായിട്ടുള്ള ഒരു കട്ടിങ്സ് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. എത്ര കട്ടിങ്സ് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കട്ടിങ്സാണ് എടുക്കുന്നത്. അപ്പോൾ ഏതൊരു കട്ടിങ്സ് എടുത്താലും നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. നമ്മൾ ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ താഴെയുള്ള ഒത്തിരി ഇലകളൊക്കെ കട്ട് ചെയ്ത് മാറ്റണം. അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുമ്പോൾ ആ ഇലകളൊക്കെ വെള്ളത്തിൽ കിടന്ന് അഴുകി ആ വെള്ളം കേടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഏതൊരു പ്ലാന്റിനെയും നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ താഴെ ഭാഗത്ത്, അതായത് വെള്ളത്തിൽ തട്ടി നിൽക്കുന്ന ഭാഗത്തുള്ള ഇലകളൊക്കെ നീക്കം ചെയ്തിട്ട് വേണം നമ്മളിതിനെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാൻ. നല്ല മനോഹരമായ പോട്ടൊക്കെ വേണമെന്നൊന്നുമില്ല നമുക്ക് ഇൻഡോറായിട്ട് പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്യാൻ. നമ്മുടെ വീട്ടിലെ പഴയ ഭരണികൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കുപ്പിയുടെ ബോട്ടിൽസോ ഏതിൽ വേണമെങ്കിലും നമുക്ക് നല്ല ഭംഗിയിൽ, വേണമെങ്കിൽ നല്ല ആർട്ടൊക്കെ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ക്രാഫ്റ്റും ആർട്ടും ഒക്കെ ചെയ്ത് അതിലുമൊക്കെ നമുക്ക് ഇതുപോലെ പ്ലാന്റ്സുകൾ ഇട്ട് വെച്ചാൽ നല്ല ഭംഗിയിൽ ഈ ചെടി ഇരുന്നു കൊള്ളും.
അപ്പോൾ അടുത്ത ചെടി ഏതാണെന്ന് നോക്കിയാലോ. അടുത്തത് ഒരു ഫിലോഡെൻഡ്രോൺ ഫാമിലിയിൽപ്പെട്ട പ്ലാന്റാണ്. ശരിക്കും എക്സാക്റ്റ് ഈ പ്ലാന്റിന് ഏത് ഫിലോഡെൻഡ്രോൺ ആണെന്ന് എനിക്കറിയില്ല, പേരെനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റൂട്ടോട് കൂടിയ കട്ടിങ്സ് എടുത്ത് നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചാൽ നല്ല ഭംഗിയിൽ ഈ ചെടി ഇരുന്നോളും. വാട്ടർ പ്ലാന്റ്സിൻ്റെ മീഡിയത്തെക്കുറിച്ച് പറഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ ഒരു സ്റ്റെമ്മ് നമ്മൾ ഒരു പോട്ടിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ നോക്കിയാൽ ഒരു ലീഫിനൊക്കെ ഒരു വാട്ടമുണ്ട്. അതിനൊരു കാരണമുണ്ട്. ഇത് നല്ല ഒരു ലൈറ്റ് കിട്ടുന്ന സ്ഥലത്തായിരുന്നു ഈ പ്ലാന്റിനെ ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ചൂടായത് കാരണം അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് കുറഞ്ഞു പോയി. ഞാൻ ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ലീഫൊക്കെ ഇങ്ങനെ വാടിപ്പോയത്. ഇപ്പോൾ ഒരു വെള്ളം നന്നായിട്ട് കുറഞ്ഞതിന് ശേഷമാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തത്. അതുകൊണ്ടാണ് അതിൻ്റെ ലീഫിനൊക്കെ ഒരു വാട്ടം വന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായില്ലേ, വാട്ടർ പ്ലാന്റ്സിനെ സെറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു മൂലയിൽ വെച്ചിട്ട് പോയാൽ അത് അവിടെ ഇരുന്ന് കരിഞ്ഞു പോകും. അതിൽ വെള്ളം കുറയുന്നതിനനുസരിച്ച് നമ്മൾ വെള്ളവും ഒഴിച്ച് കൊടുക്കണം. എങ്കിൽ മാത്രമേ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരുകയുള്ളൂ. അപ്പോൾ ഈ ഫിലോഡെൻഡ്രനെയും നിങ്ങളുടെ ഇൻഡോർ വാട്ടർ പ്ലാന്റ്സ് ഉൾപ്പെടുത്താൻ മറക്കണ്ട. അടുത്ത ചെടി ഏതാണെന്ന് നോക്കാം. അടുത്തത് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന വാണ്ടറിങ് ജൂ ആണ്. ആർക്കും വേണ്ടാത്ത ഒരു ചെടി. ആർക്കും വേണ്ടാതെ എവിടെ കൊണ്ട് കളഞ്ഞാലും അവിടെ കിടന്ന് പടർന്ന് പന്തലിച്ച് ഒരു ഭംഗിയുമില്ലാതെ വളരുന്ന ചെടിയാണെന്ന് ആരും വിചാരിക്കേണ്ട ഈ ചെടിയെക്കുറിച്ച്. ഈ ചെടി നല്ലൊരു വാട്ടർ പ്ലാന്റ് ആണ്. നമുക്കിതിൻ്റെ ആവശ്യമുള്ള അത്ര സ്റ്റെമ്മുകൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ താഴെ പാട്ടിലുള്ള ലീഫുകളൊക്കെ നീക്കണം. ഞാൻ പറഞ്ഞല്ലോ, വെള്ളത്തിൽ ഡിപ്പായിരിക്കുന്ന സ്റ്റെമ്മിൽ ലീഫുകളെല്ലാം നമ്മൾ നീക്കം ചെയ്യണം. ഞാനിപ്പോൾ ഇത്രത്തോളം ഒരു പിടി കട്ടിങ്സുകളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ പോർഷനിലെ ലീഫുകളെല്ലാം നീക്കിയിട്ടുണ്ട്. അങ്ങനെ നീക്കിയിട്ട് വേണം നമ്മൾ വെള്ളത്തിലിട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ വെള്ളത്തിൽ മുട്ടിയിരിക്കുന്ന ആ ലീഫുകളൊക്കെ അഴുകി വെള്ളം പെട്ടെന്ന് നാശമോശമായി കിട്ടും. അടുത്തത് മുറിച്ച് കൊടുത്താൽ ഇരട്ടി വളരുന്ന റിയോ പ്ലാന്റ്സ് ആണ് കേട്ടോ. റിയോ പ്ലാന്റ്സും നല്ല ഒരു വാട്ടർ പ്ലാന്റ് ആണ്. ഏതു തരം റിയോയും നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ട് വളർത്താവുന്നതാണ്. ഗ്രീൻ റിയോ, ട്രൈ കളർ റിയോ, ഗോൾഡൻ റിയോ ഏത് വേണമെങ്കിലും നമുക്കെടുക്കാം. അത്യാവശ്യം നല്ല മെച്ചുറായിട്ടുള്ള ഒരു സ്റ്റെം കട്ടിങ് വേണം നമ്മൾ എടുക്കാൻ. ഞാനിവിടെ 3 കട്ടിങ്സാണ് എടുത്തേക്കുന്നത്. ഇതിനെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഇൻഡോർ വാട്ടർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ. ഇതൊരു പഴയ കപ്പാണ്, വക്കൊക്കെ പൊട്ടിപ്പോയ ഒരു കപ്പ്. ഇതിനെയാണ് ഞാൻ നമ്മുടെ റിയോ പ്ലാന്റ് വളർത്താൻ വേണ്ടി എടുത്തേക്കുന്നത്. ഈ കപ്പ് ഇങ്ങനെ പൊട്ടിയിരിക്കുന്നത് ആരും തന്നെ കാണില്ല കേട്ടോ. നമ്മൾ ഈ ചെടിയൊക്കെ അതിൽ വെച്ച് കഴിയുമ്പോൾ ആരും കാണത്തില്ല ആ ഒരു പൊട്ടിയിരിക്കുന്നതൊന്നും. അപ്പോൾ ഇതിനെ നന്നായിട്ട് വാഷ് ചെയ്ത് താഴത്തെ ലീഫൊക്കെ നീക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ അതിലോട്ട് വെച്ച് കൊടുക്കാം. ഇത് നല്ല ഭംഗിയിൽ അവിടെ ഇരുന്ന് വേരൊക്കെ പെട്ടെന്ന് വന്ന് വളർന്നോളും. വെള്ളത്തിൽ ചെടികൾ വളർത്തുമ്പോൾ മറ്റൊരു ഗുണം കൂടിയുണ്ട്. ധൈര്യമായി നമുക്ക് എവിടെയും മാറി നിൽക്കാം. എത്ര ദിവസത്തേക്ക് വേണമെങ്കിലും മാറി നിൽക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളമൊഴിക്കാതെ ചെടികൾ വാടിപ്പോവും എന്നുള്ളൊരു ടെൻഷനേ വേണ്ട. വെള്ളത്തിൽ കിടക്കുന്ന ചെടിക്ക് എന്തിനാണ് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊഴിക്കുന്നത്? അപ്പോൾ വെള്ളത്തിൽ വളർത്താൻ പറ്റുന്ന മനോഹരമായ ഈ 10 ചെടികളെക്കുറിച്ചുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇഷ്ടമായെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതുമാത്രമല്ല, ഒത്തിരി ചെടികൾ നമുക്ക് വേറെയും വെള്ളത്തിലിട്ട് വളർത്താൻ പറ്റും. ആ ചെടിയെക്കുറിച്ചുള്ള വീഡിയോകൾ പിറകെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ഫ്രം സിജി നിജാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.